ഇന്ന് നമുക്ക് ചായയിൽ നിന്ന് തുടങ്ങാവേ. രാവിലെ റോയ്സും കുറച്ച് എല്ല് മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നല്ല വാരിയലായിരുന്നു പോത്തിൻ്റെ. അപ്പം കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ഇന്ന്. കപ്പയും വാങ്ങിച്ചുകൊണ്ട് വന്നു. നല്ല വേകുന്ന കപ്പയായിരുന്നേ. അപ്പം ഞാനന്ന് കുറച്ച് സബോള എടുത്തു. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി എടുത്തിട്ട് നമ്മുടെ എല്ലിനകത്തേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി അതിൽ പിടിപ്പിച്ചു. എന്നിട്ട് അത് കുക്കറിൽ വേവിക്കാൻ വെച്ചു. അപ്പോഴത്തേക്കും അത് വേകുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കപ്പയും കൂടി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കപ്പയും കൂടി നന്നാക്കി വൃത്തിയാക്കി വെട്ടിയാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് അതും കൂടി ഇപ്പുറത്തെ അടുപ്പിലേക്ക് വേവിക്കാൻ വെച്ചു. അപ്പം കപ്പ വേകുന്ന ടൈമിൽ ഇറച്ചി എന്തായാലും വെന്ത് കിട്ടി. നന്നായിട്ട് ആ ഇറച്ചി എല്ലിൽ നിന്ന് വേർവിട്ട് നിൽക്കുന്നത് കണ്ടോ? ഈ ഒരു ലെവലിൽ വേണം അത് വേവിച്ചെടുക്കാൻ. അതായത് നമ്മൾ ഇറച്ചിനേക്കാളും കുറച്ചും കൂടി വേവ് കൂടുതലായിരിക്കും എല്ലിന്. എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി എണ്ണയ്ക്കകത്തോട്ട് വഴറ്റി വെച്ചും പെരുംജീരകവും ഇറച്ചി മസാലയുടെ കൂട്ടുകളെല്ലാം കൂടി മിക്സിയിലൊന്ന് ചതച്ച് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ടിട്ട് ഈ എല്ലെല്ലാം കൂടെ തട്ടിയിട്ട് ആ കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞാൻ അതും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ വന്നപ്പോൾ ഒരു ചായ പോലും വെക്കാൻ അറിയാത്ത എനിക്ക് ഇതെല്ലാം പഠിപ്പിച്ച് തന്നത് ഇവിടുത്തെ അമ്മയാണേ. അപ്പം നമ്മൾ തേങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് ചതച്ചിട്ട് നമ്മുടെ കപ്പയ്ക്കകത്തേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് ഈ എല്ലിൻ്റെ മിക്സും കൂടി അതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കി മറിക്കും. ഒരു സൈഡിൽ പോലും കപ്പ ഇളകാത്തത് പോലെ കാണരുത്. എല്ലാം കൂടെ ഇളക്കി മറിച്ച് ഒരു കറി രൂപത്തിലാക്കും. അത് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഇറച്ചിയെല്ലാം നന്നായിട്ട് വെന്തത് കാരണം കൊണ്ടിട്ട് നല്ല പഞ്ഞി പോലെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ കട്ടൻ ചായ ഇട്ട് വന്നിരുന്ന് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.